ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. നമുക്കിനി അല്പസമയം വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തതിന് ശേഷം നമുക്കൊന്നിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കുറച്ച് കാര്യങ്ങളെ പറയാനായിട്ട് സാധിച്ചുള്ളൂ. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കൊക്കെ കടന്നു വരാൻ കഴിയും, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ കടന്നു വന്നിരുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് എൻ്റെ അനുഭവത്തിലേക്ക് പോയി. പിന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 4:34 നമ്മളന്ന് വായിച്ചു തുടങ്ങിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശു 12 മണി സമയത്ത് വല്ലാതെ ക്ഷീണിച്ച് തളർന്ന് വെള്ളത്തിനായിട്ട് കിണറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ശമരിയക്കാരി പാത്രവുമായിട്ട് വെള്ളം കോരാൻ വരുവാണ്. അവിടെ എത്തുമ്പോൾ കർത്താവ് ശമരിയക്കാരിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്കെല്ലാ ഭാഗമെല്ലാം നല്ലപോലെ അറിയാം. ഇത് കണ്ടുകൊണ്ടുവന്ന ശിഷ്യന്മാർ കർത്താവിന് ആഹാരം വാങ്ങാൻ പോയിരുന്ന ആളാണ്. അപ്പോൾ ഈ ആഹാരം കഴിക്കാനായിട്ട് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് കഴിക്കാനുണ്ട്. ഹല്ലേലൂയ. ആ ആഹാരം എന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചിന്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആഹാരം എന്തായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരിക്കണം നമ്മുടെ ആഹാരം? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് പ്രവൃത്തി തികയ്ക്കണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും രാവിലെ എൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, ഇന്നുള്ള അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയണം. ഓരോ ദിവസവും ഞാൻ പറഞ്ഞു, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉള്ളത് കർത്താവ് അറേഞ്ച് ചെയ്തിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കറിയാം, സ്കൂളിലൊക്കെ ടൈം ടേബിൾ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ അന്നുള്ള ബുക്കേ അന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അതേ പഠിപ്പിക്കത്തുള്ളൂ. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ലിസ്റ്റ് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇങ്ങനെയാണ് ബൈബിളിൽ വായിക്കുന്നത്, സൽപ്രവൃത്തികൾക്കായി ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ മുൻ നിയമനം എന്ന് പറയുന്നത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻനിയമിച്ചതാണ്. നമ്മൾ ചെയ്യേണ്ട വിളി, ആ ഒരു പർപ്പസ് എന്താണെന്ന് ദൈവം നമ്മളെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യമല്ല. ഇന്ന് ചെയ്യേണ്ട ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ചെയ്തേ മതിയാവും. നാളത്തേക്കുള്ളത് വേറെ വരുന്നുണ്ട്. ഇന്നത്തേക്കുള്ളത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ടീച്ചേഴ്സ് ഹോംവർക്കൊക്കെ ഇടുമ്പോൾ മടിയരായ കുട്ടികൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോപ്പി എഴുതിക്കൊണ്ട് വരാൻ പറയും. ഒരു പേജ് എഴുതായിട്ടേക്കുന്നത് അവരെഴുതത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 പേജ് എഴുതിക്കൊണ്ടുവരാൻ പറയും. ഇമ്പോസിഷൻ കൂടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? 5 പേജ് എഴുതത്തില്ല. അപ്പോൾ നമ്മൾ പറയും 10 എഴുതിക്കൊണ്ടുവരാൻ പറയും. മര്യാദയ്ക്ക് ഇവൻ 1 എഴുതിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്ത? അവൻ എഴുതിയില്ല, പെൻഡിങ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളുണ്ട്. അയ്യോ, ഇന്നൊന്നും കാണത്തില്ല, നാളെ ആയിരിക്കും, അല്ല നെക്സ്റ്റ് മന്ത് ആയിരിക്കും, മേ ബി നെക്സ്റ്റ് ഇയർ, അപ്പോൾ മതി, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ല, ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള ദൈവഹിതം എന്ത്? ഈവനിങ് ടൈമിൽ എന്ത്? നൈറ്റിന് എന്താ ഞാൻ ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി? നമ്മൾ ആരായുന്നവരായിരിക്കണം. നിങ്ങൾ എത്ര പേർ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. കർത്താവേ, ഇന്ന് രാത്രി എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? അടുത്ത പകൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കർത്താവേ? അതിനുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിനകത്ത് തരണമേ. പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യണം. ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്? സഹോദരി ആരംഭത്തിൽ പറഞ്ഞതുപോലെ അന്ത്യകാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് വേസ്റ്റാക്കി കളയാനായിട്ടുള്ള സമയമില്ല. അവസാന കാലമായതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ വിലയേറിയതായി കാണണം. ഒത്തിരി പേരുണ്ട് സമയം കളയുന്നവർ. എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. ചില ആൾക്കാരാണെങ്കിൽ പലതും വായിച്ചിങ്ങനെ സമയം കളയുന്നവരുണ്ട്. പല ആൾക്കാരും TV കണ്ട് സമയം കളയുന്നവരുണ്ട്. പല ആൾക്കാരും പുറത്ത് കറങ്ങി നടന്ന് സമയം കളയുന്നവരുണ്ട്. പല ആൾക്കാരും സുഹൃത്തുക്കളോട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം കളയുന്നവരുണ്ട്. മൊബൈൽ ഫോണിൽ നോക്കി സമയം കളയുന്നവരുണ്ട്. അങ്ങനെ സമയം കളയാൻ മനുഷ്യർക്ക് ഒത്തിരി വഴിയുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നവൻ ബുദ്ധിമാൻ.
ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവൻ ബുദ്ധിമാനാ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയാറുണ്ട്, സമയം വിലപ്പെട്ടതാ, തക്കത്തിൽ അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ നമ്മൾ ഓരോ സമയം ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഒരു മിനിറ്റ് പോലും നമ്മൾ പാഴാക്കി കളയാനായിട്ട് പാടില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്ത് ചെയ്തു നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് അനലൈസ് ചെയ്യണം. ഞാൻ എന്നും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ആദ്യമെല്ലാം എഴുതി വെച്ച് അനലൈസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ എഴുതാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ചിന്തിച്ച് ഞാൻ അനലൈസ് ചെയ്യും. ഇന്ന സമയം മുതൽ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, ഇത്ര സമയം ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, ഇത്ര സമയം എന്ത് ചെയ്യുമായിരുന്നു, എത്ര സമയമാണ് എൻ്റെ നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഞാനൊരു രൂപരേഖ തയ്യാറാക്കും. ഹല്ലേലൂയ. എത്ര സമയം മീറ്റിങ്ങിലായിരുന്നു, എത്ര സമയം പ്രാർത്ഥനയിലായിരുന്നു, എത്ര സമയമാണ് ഞാൻ മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരുന്നത്, എത്ര സമയം ഞാൻ ദൈവത്തോടു കൂടി ആഴമായി എനിക്ക് ഇരിക്കാൻ കഴിയും. ഓരോ ദിവസവും നമുക്ക് അങ്ങനെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ആയാലേ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുപോയി, അന്ന് ദൈവത്തോടു കൂടെ നമുക്ക് ഇരിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ആ സമയവും കൂടെ കണ്ടെത്തണം. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാനായി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ബൈബിൾ വായിക്കാൻ ഇപ്പോൾ കഴിഞ്ഞില്ല, ആ ചാപ്റ്റേഴ്സും കൂടെ ഞാൻ അടുത്ത ദിവസം വായിക്കണം. ഹല്ലേലൂയ. നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കൃത്യത ഉണ്ടാകുമ്പോൾ ആ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ജീവിതത്തിൽ കൃത്യത ഇല്ലാത്തവരുടെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥയായിരിക്കും. നമ്മളൊരു ഭവനത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ചില ഭവനങ്ങളിലെല്ലാം അടുക്കും ചിട്ടയോടും കൂടി എല്ലാം ഒതുക്കി വളരെ നീറ്റായി വെച്ചിരിക്കുന്ന ഭവനങ്ങൾ കാണാം. എന്നാൽ ചില ഭവനങ്ങളിലൊക്കെ ആണെങ്കിൽ വാരി വലിച്ചിട്ടിരിക്കുന്നത് കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നുള്ള കാര്യങ്ങൾ അന്നൊന്ന് ഒതുക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അന്നന്ന് ചെയ്യേണ്ടത്, അന്നന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കേൾക്കേണ്ടത്, അതെല്ലാം അന്നേ ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ തീർക്കണം. അതിന് നമുക്ക് ദൈവകൃപ കൂടിയേ തീരൂ. കാരണം ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാം, രോഗങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, മുന്നോട്ട് പോവാൻ പറ്റില്ലെന്നുള്ള പ്രതിസന്ധികൾ വരാം, വിലങ്ങ് തടി പോലെ പലതും വഴി വന്ന് നിൽക്കാം. നല്ല ഫ്ലോ ചെയ്തു വരുന്ന ഒരു നദിയുടെ നടുവിൽ ഒരു വലിയ മരം ഒടിഞ്ഞ് വീണിട്ട് ബ്ലോക്കായി അത് മുറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വേണ്ട പോലെ ഈ നദിക്ക് ഒഴുകാനായിട്ട് പറ്റില്ല, അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അതുപോലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവച്ചാലും അതിനെല്ലാം ചവിട്ടിക്കടക്കാനായിട്ട് ഒരു ബലം നിങ്ങളുടെ മേൽ വേണം. ഹല്ലേലൂയ. ആ ബലം പ്രാപിക്കാൻ നിങ്ങൾക്ക് മറ്റൊരിടവും പോയാൽ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്ക് ബലത്തോടെ എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. ഓരോ നിമിഷവും നമുക്ക് ശത്രുവിനെ ഫേസ് ചെയ്യാനുള്ള ബലം വേണം, ധൈര്യം വേണം, അഭിഷേകം വേണം, ഓരോ നിമിഷവും വേണം. കാരണം അവൻ എപ്പോഴും, പിശാച് എപ്പോഴും നമുക്കെതിരായി എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട് വളരെ തന്ത്രശൈലിയാണ്. പക്ഷെ നമ്മൾ ആരാളല്ലേ, ഓരോ നിമിഷവും അവൻ്റെ തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഓരോ നിമിഷവും അവൻ്റെ തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആയാലേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. പലരും ഇറങ്ങിത്തിരിക്കുന്നെങ്കിലും പലർക്കും അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതേ, ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, താല്പര്യത്തോടെ മുന്നിലോട്ട് ഇറങ്ങുന്നെങ്കിലും പലർക്കും അത് പോകാനായിട്ട് കഴിയുന്നില്ല. വഴിയിലെത്തുമ്പോൾ ഞെരുങ്ങി പോകുന്നു, പല ഭാരങ്ങൾ വന്നു പോകുന്നു, പ്രയാസങ്ങൾ വന്നു പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ നാളുകളിൽ ദൈവം അതിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം ഞെരുക്കി വെച്ചിരുന്നാലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ബലം നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വരും. ഹല്ലേലൂയ. നമുക്ക് വചനം വായിക്കാം. താങ്ക് യു ജീസസ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം. താങ്ക് യു ലോർഡ്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളവയാക്കുന്നു. മതി. അവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും സ്വയമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ബലം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞു വന്നേ. യേശു പറയുകയാണ്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സ്വയമേ ചെയ്യാൻ കഴിയുന്നുണ്ട്.
സ്വയമേ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, സ്വയമേ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട്, അതൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമുക്ക് സ്വയം കഴിയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, അതിൻ്റെ 5-ാം വാക്യം മുതൽ 15-ന്റെ 5 മുതൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല? കർത്താവിനെ പിരിഞ്ഞാൽ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യാൻ ആദ്യം വേണ്ടത് എന്താണ്? നമുക്ക് യേശുവുമായി ചേർന്ന് ആഴത്തിലുള്ള ഒരു ബന്ധം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അറിയില്ല. എപ്പോഴാണോ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്, എപ്പോഴാണോ നമ്മൾ യേശുവുമായിട്ട് ഒന്നായി തീർന്നത്, അന്നു മുതലാണ് നാം അറിയാൻ തുടങ്ങിയത് എന്നെക്കുറിച്ച് എന്തോ ദൈവിക ഉദ്ദേശമുണ്ട്, കർത്താവിനൊരു പദ്ധതി ഉണ്ട്. അന്നു മുതൽ ചില പ്രവാചകന്മാർ എന്നോട് പറഞ്ഞു തുടങ്ങി, നിന്നെക്കുറിച്ച് ദൈവ വിളിയുണ്ട്, ദൈവ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ അന്നു മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങി, മോനെ മോളെ നിന്റെ മേൽ എനിക്കൊരു പദ്ധതി കിടക്കുവാണ്, നിന്റെ കുടുംബത്തിന് മേലൊരു പദ്ധതി കിടക്കുവാണ്. അത് എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴാണ്, അവനുമായി ഒന്നായി തീരാൻ തുടങ്ങിയപ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12:2 ഇങ്ങനെ കാണുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അതാരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? അങ്ങനെ തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 12:2 എന്നറിയത്തില്ല, ഒന്ന് വായിച്ചോളൂ. നന്ദിയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. ശരിക്കും നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. 2 തരം മനസ്സ് എപ്പോഴും ഉണ്ട്. ഒന്ന്, ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. 2, ആത്മാവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം. മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കറിയാം, അതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഈ സെറ്റിംഗ് അനുസരിച്ചാണ് മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സെറ്റിംഗ് ഒന്ന് മാറണം. ഹല്ലേലൂയ. നമ്മൾ ലോകപ്രകാരമുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടുള്ള കഴിവില്ല. അവന് ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പലരോട് സുവിശേഷം പറയാറുണ്ട് കേട്ടോ. ഒത്തിരി സമയം ഇരുന്ന് ചെലവിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇങ്ങനാണ് യേശുവിനോട് ചേരുന്നത്, സ്നാനം ഇങ്ങനാണ്, മരിച്ച് പുതിയൊരു ജീവനിലേക്ക് കടക്കുന്നതാണ് സ്നാനം, ഇങ്ങനെയൊക്കെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പിക്ചറിലൂടെയൊക്കെ ഒത്തിരി പേർക്ക് കാണിച്ചു കൊടുത്തു, കാണിച്ചങ്ങനെ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വന്നിരുന്നാൽ പോലും അയാൾക്ക് വേണ്ടി 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് എന്താണ് സ്നാനമെന്ന്, എന്താണ് രക്ഷയെന്ന് ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ഒരു കാര്യം, ഒരു സഹോദരിക്ക് ഞാൻ ഒത്തിരി സമയം ഇതിരുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അന്നേരം എല്ലാം പുള്ളിക്കാരി കേട്ടുകൊണ്ട് പോയി. പക്ഷേ ലോകത്തിൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും തനിക്ക് ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനോ ക്രിസ്തുവിൽ മരിച്ചൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എത്ര സമയം ക്ലാസ് എടുത്തു? മണിക്കൂറുകൾ ക്ലാസ് എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരണം. ഈ ലോകത്തിൻ്റെതായ ഒഴുക്കിൽപ്പെട്ട് നമ്മൾ ഒരിക്കലും ഒഴുകിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഏത് സമയം പിശാച് നമ്മളെ ലോകത്തിൻ്റെ ആത്മാവ് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ലോകത്തിലെ ഓരോ വിഷയങ്ങൾ, ലോകത്തിലെ ഓരോ പ്രശ്നങ്ങൾ, ധനമുണ്ടാക്കാനുള്ള വഴികൾ, പലതിലും നമ്മൾ ഒരിക്കലും പെട്ടുപോകാനായിട്ട് പാടില്ല. നമ്മൾ അതിലെല്ലാം ബിസി ആയിരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവർക്ക് സാമ്പത്തികമായി ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് അവർ തന്നെ ഓരോ രീതി കണ്ടുപിടിക്കുന്നു. അപ്പോൾ എൻ്റെ പഴയ അനുഭവം വെച്ചൊക്കെ പറയുകയാണെങ്കിലും മുമ്പേക്ക് അങ്ങനെയാണ്, എങ്ങനെയാണ് നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കുന്ന ആ റൂട്ടിൽ പോകും. അവരാരും ദൈവത്തിൻ്റെ ഹിതം ചോദിക്കാറില്ല.
സോ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ, ബിസിനസ്സുകളാണെങ്കിൽ അങ്ങനെ. മുമ്പൊക്കെ ഞങ്ങളൊക്കെ ആ ഒരു റൂട്ടിൽ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നിന്നപ്പോൾ നമ്മൾ ഒരിക്കലും കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവ് പ്രോപ്പർട്ടി വാങ്ങി ഇതെല്ലാം ചെയ്യാനായിട്ട് മണി അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാം ലോസിലോട്ട് അങ്ങ് പോയി. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് ദൈവഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും പണം എന്ത് ചെയ്യരുത്, നമ്മളെ നിയന്ത്രിക്കരുത്. ഇവൻ നമ്മൾ അതിൽ അകപ്പെട്ടു പോയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം. കാരണം ദൈവം നമ്മളെ ഏൽപ്പിച്ച റിസോഴ്സാണ്. പക്ഷെ നമുക്കതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. സോ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കണം ആ വിഷയങ്ങളെ. കർത്താവെ, ഇന്ന രീതിയിൽ സ്ട്രഗിൾ ഞാൻ അകപ്പെട്ടു പോയി, ഇനി ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ഹിതപ്രകാരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പടിപടിയായി നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? മനസ്സിന് ഒരു മാറ്റം വേണം. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. രൂപാന്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിളാണ് ഒരു കുഞ്ഞു പുഴുവായ ശലഭത്തിൻ്റെ ലാർവ. നമുക്കെല്ലാം അറിയാമായിരിക്കും. ആ ലാർവ ചിറകടിച്ച് പറക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആകുന്നതിന് മുമ്പേ അതിനെ ഒരു രൂപാന്തരണം എന്നാണ് നമ്മൾ ആ പ്രോസസ്സിനെ പേര് വിളിക്കുന്നത്. അതിനൊത്തിരി സമയം ഒരു പ്യൂപ്പയ്ക്കുള്ളിലായിരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിനെ ദൈവാത്മാവിനാൽ കവർ ചെയ്യപ്പെട്ട് മുഴുവനും പുതിയതാകുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ രൂപാന്തരണം അല്ലെങ്കിൽ മാനസാന്തരം പൂർത്തിയാകുന്നത്. ഹല്ലേലൂയ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ അറിയുമ്പോൾ റിപ്പൻറ്റ് ചെയ്തു, ഞാൻ മാനസാന്തരപ്പെട്ടു, ദാറ്റ്സ് ഓക്കെ, അത് കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനല്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് മാനസാന്തരം അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന മാറ്റം ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. രൂപാന്തരണം എന്ന് പറയുന്നത് ആ പുഴു, ആ ലാർവ ബട്ടർഫ്ലൈ ആയി മാറാൻ ഓരോ മിനിറ്റും അതിനെടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ഒരു ലൈഫ് സൈക്കിൾ ഒരു മൃഗത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും അത് വളരുകയാണ്. യൂട്രസിലായിരിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല അത് വളരുന്നത്, ഓരോ ദിവസവും വളരുകയാണ്. അതുപോലെ നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട മാറ്റം ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഓരോ ദിവസവും നമ്മൾ ദൈവാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ സെറ്റിംഗ് അങ്ങ് മാറാനായിട്ട് തുടങ്ങും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു ഡയറക്ഷനിലാണ്, ലോകത്തിൻ്റെ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോകത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആ സെറ്റിങ്സ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ലോകത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഒരു സീസൺ എനിക്കുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ ആ ട്യൂണിങ്ങിലേക്ക് ഞാൻ വന്നത്, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്, യേശുവുമായി ഒന്നായി ചേർന്നത്, അപ്പോൾ മുതൽ എൻ്റെ സെറ്റിംഗ് കംപ്ലീറ്റ് മാറി, എൻ്റെ മൈൻഡ് സെറ്റ് മാറാനായിട്ട് തുടങ്ങി. കർത്താവുമായി ചേർന്ന് മുന്തിരിവള്ളി കൊമ്പിനോട് ചേരുന്ന പോലെ, ഞാൻ ഒരിക്കൽ പിക്ചറൊക്കെ കാണിച്ചതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന് എത്ര പേരുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മുന്തിരിവള്ളിയും കൊമ്പുകളും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഞാനൊരു ക്ലൈസൂം തുടങ്ങിയപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പിക്ചറിലൂടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരിവള്ളി എങ്ങനെയാണ് കൊമ്പിനോട് ചേർന്നിരിക്കുന്നത്, വേർപെട്ട് പോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അതിനകത്ത്. അപ്പോൾ മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പ് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അതിന് ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, ഫലം കായ്ക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതിന് അധ്വാനിക്കേണ്ട, അതിന് നൂൽക്കണ്ട, ഒരു പരിപാടിയും ചെയ്യണ്ട. ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ വള്ളി പ്രൊവൈഡ് ചെയ്യും. ഈ കൊമ്പിനെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഫലം കായ്ക്കുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെയും എന്നെയും ദൈവം കൊമ്പുകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഫലം കായ്ക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക. വളരേണ്ടതെല്ലാം ക്രിസ്തുവിലായിരിക്കണം. നമ്മൾ ഇൻ ക്രൈസ്റ്റിലാണ് വളരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പലരുടെയും പ്രസംഗം കേൾക്കാം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വളരേണ്ടത് ഇൻ അമൃതയിലല്ല, അല്ലെങ്കിൽ ഇൻ സോ ആൻഡ് സോ അവരിലൊന്നുമല്ല നമ്മൾ വളരേണ്ടത്. ഇൻ ക്രൈസ്റ്റിലായിരിക്കണം. വചനത്തിൽ വളരണം, വചനത്തിൽ ഡീപ്പായി നിങ്ങൾ ഇറങ്ങണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വളരണം, ദൈവസ്വരം കേട്ട് ചലിക്കണം. ഇൻ ക്രൈസ്റ്റിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റിൽ നമ്മൾ ശക്തിപ്പെടണം, ബലപ്പെടണം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് തലയിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനും നിങ്ങളും ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണെങ്കിൽ തലയിൽ നിന്ന് വളർച്ച പ്രാപിക്കണം.
എൻ്റെ ശരീരത്തെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എൻ്റെ ബ്രെയിനാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ബ്രെയിൻ ഇല്ലെങ്കിൽ ഈ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ സഭയുടെ തലയായിരിക്കുന്ന കർത്താവിൽ നിന്നും നമ്മൾ വളർച്ച പ്രാപിക്കണം. അതേ സെയിം കാര്യമാണ് കർത്താവ് പറയുന്ന മുന്തിരിവള്ളിയും കൊമ്പുകളും. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഫലം കായ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ കർത്താവ് കട്ട് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ അധികം ഫലം കായ്ക്കേണ്ടതിന്. കർത്താവ് പറയുക, കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അധികം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അല്ലല്ലേ? നമ്മൾ കർത്താവിൽ ഇങ്ങോട്ട് ചേർന്ന് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രയാസങ്ങൾ, കുറച്ചുകൂടി കഷ്ടതകൾ, കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്? അപ്പോൾ ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടും കർത്താവിൽ ചേർന്നിരുന്നിട്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടും എന്തുവാ ഇത്രയും പ്രശ്നങ്ങൾ? എന്താണ് ഇത്രയും പ്രതികൂലങ്ങൾ? ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവം അതിനെ ചെത്തി മനോഹരമാക്കി മാറ്റുക. ഹല്ലേലൂയ. കാരണം ഈ ഫലം കൊണ്ട് പറ്റത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഈ ഫലം കൊണ്ട് പറ്റത്തില്ല, കുറച്ചുകൂടി പണി നടക്കാനായിട്ടുണ്ട്. ആ പണി കൂടെ കഴിയുമ്പോൾ മുഴുവൻ ഫലം കായ്ക്കുന്നവരായി കർത്താവ് പുറത്തേക്ക് ഇറക്കും. ഹല്ലേലൂയ. അപ്പോൾ പണിപ്പുരയിലായിരിക്കുമ്പോൾ ഒത്തിരി വിഷമവും പ്രയാസവും ഒക്കെ പലർക്കും നേരിടും. ഒരിക്കലും നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ കഷ്ടതയിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നത് വലിയൊരു ഫലം, ഒരു വലിയ സീസണിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാൻ. എന്ത് ഫലമാണ്? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ എന്നെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളും അങ്ങനെ വിശ്വസിക്കാനായിട്ട് ഇടയായി തീരണം. എന്നെ ഒരുക്കുന്ന ഒരു സീസണാണിത്. ഹല്ലേലൂയ. എന്നെ ഒരുക്കിയെടുത്ത് എങ്ങനെയാണോ ഒരു തട്ടാൻ മനോഹരമായ ഒരു ആഭരണം പണിതെടുക്കുന്നത്, അതുപോലെ എന്നെ എൻ്റെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ മനോഹരമായി പണിതുകൊണ്ടിരിക്കുക. ഒത്തിരി പ്രയാസങ്ങൾ ഉള്ളതുപോലെ തോന്നും, പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നും, പ്രതിസന്ധി ഉള്ളതുപോലെ തോന്നും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കർത്താവിനെ വിട്ടിട്ട് പോരുത്. ഒന്നുകൂടി ചേർന്ന് കർത്താവിനോട് ഒട്ടിപ്പിടിച്ചിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ചിലർ ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതം അങ്ങ് മുടങ്ങിപ്പോകും. പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കില്ല. എനിക്ക് ഒത്തിരി കുടുംബങ്ങളെ അറിയാം, ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, അവരുടെ ജീവിതം പിന്നെ പോയി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രതിസന്ധി കൂടുന്തോറും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുകയാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പ്രയാസം കൂടുന്തോറും പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുകയാണ് വേണ്ടത്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ, ഒത്തിരി പേര് പറയാറുണ്ട്. എന്നിട്ട് എന്താണോ ഇത്ര പ്രതിസന്ധി എന്നറിയില്ല. അതെ, പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ആത്മാവിൽ പണി നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് നമുക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിൽ നിന്ന് വേണ്ടാത്തതെല്ലാം കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കും. വേണ്ടാത്ത പല ബന്ധങ്ങളും കർത്താവ് മാറ്റും, വേണ്ടാത്ത പല ശീലങ്ങളും കർത്താവ് മാറ്റും, പാപപ്രവൃത്തികൾ നമ്മളിൽ നിന്ന് എടുത്തു കളയും. അപ്പോഴൊക്കെ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ജീവിതത്തിൽ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? കർത്താവിനെ ഉപേക്ഷിച്ച് പോകരുത്. കുറച്ചുകൂടി പിടി ശക്തമാക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശുവിനോട് ചേർന്ന് വസിക്കുന്നവനോട് കൂടെ യേശു വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാം കർത്താവിനോട് കൂടെ വസിക്കുന്നവരാണെങ്കിൽ കർത്താവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു എന്നിൽ വസിക്കുന്നുവെന്ന്? ആഹാ, ആണോ? ഇത്രയും പേർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ യേശുവിനെയും കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതല്ലേ? ഹല്ലേലൂയ. യേശു നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾ യേശുവിൽ, യേശു നിങ്ങളിൽ. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ഹൃദയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളോ? യേശു നിങ്ങളിൽ ഇല്ലേ? കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും യേശുവിനെ ഏൽപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റോടൻ അയ്യോ തലവേദന എടുക്കുന്നു, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരരുത്. രാവിലെ എഴുന്നേറ്റോടൻ കർത്താവെ അങ്ങ് എന്നിൽ വസിക്കുന്നതിനായി നന്ദി. എത്ര പേര് പറയും? എല്ലാ ദിവസവും രാവിലെ അങ്ങനെ പറയുന്നവരൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നവർ
ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ പറയണം. യേശുവേ, അങ്ങ് എന്നിൽ വസിക്കുന്നതിനായി നന്ദി. അങ്ങ് എന്നിലൂടെ ജീവിക്കുന്നതിനായി നന്ദി. കർത്താവിന് ജീവിക്കണമെങ്കിൽ നമ്മൾ അവസരം കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കൊമ്പ് ആ വൃക്ഷത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ആ വൃക്ഷം എന്താണോ ആ ഫലമാണ് കായ്ക്കുന്നത്. അപ്പോൾ മാവിൻ്റെ കൊമ്പിന് ഒരിക്കലും പ്ലാവിലെ ചക്ക കായ്ക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മാവിൻ്റെ കൊമ്പിൽ നിന്ന് ഒരിക്കലും മുന്തിരിങ്ങ പറിക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ കർത്താവല്ലേ വെളിപ്പെട്ട് വരൂ നമ്മളിലൂടെ. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? നിങ്ങളിൽ യേശു ഉണ്ടെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ശക്തി, ഇതല്ലേ നമ്മളിൽ വെളിപ്പെട്ട് വരേണ്ടത്. പക്ഷെ വരുന്നില്ലല്ലോ. അതായി പ്രശ്നം, വരുന്നില്ലല്ലോ. എന്തുവാണെന്ന് ചോദിച്ചാൽ വാസം ശരിയാവത്തുണ്ട്. മനസ്സിലാവുന്നുണ്ട്? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ആ വാസം പ്രോപ്പർ ആകുന്നില്ല, ആ ഒണ്ണസ് ശരിയായി വരുന്നില്ല. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഏതാണ്ട് അടർന്ന് മാറിയതുപോലെ പോകും. പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെയും പോകും. ഇത് നടക്കുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വൃക്ഷം, അതിൽ നിന്ന് നിങ്ങളൊരു കൊമ്പ് വെട്ടി മാറ്റിയിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു, പിന്നെയും എടുത്തുകൊണ്ട് പോയി, ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു, എടുത്തുകൊണ്ട് പോയി. എപ്പോഴെങ്കിലും ആ കൊമ്പ് ജീവനുള്ളതാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് അത് കാണരുത്. ഹല്ലേലൂയ. സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിൾ വായിക്കുക, വായിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ ബൈബിളൊക്കെ ചിലപ്പോൾ വായിക്കുമായിരിക്കും, പക്ഷെ ഓർമ്മിക്കുന്നതൊന്നും അതായിരിക്കില്ല. ഒത്തിരി കാര്യങ്ങൾ കാണും. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വായിച്ചതാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഓഹോ, ഈ അധ്യായം ഞാൻ വായിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ വായിച്ചതായിരിക്കും, ആദ്യം കാണുന്ന പോലെ ഇരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ വായിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ വിത്തിനെ ഈ ലോകത്തിലെല്ലാം കൂടി അങ്ങ് ഞെരുക്കിക്കളഞ്ഞു. ഫലം കൊടുക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയുവാണ്, മുള്ളിനിടയിൽ വീണത് ഫലം കൊടുക്കത്തില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിനെ ഞെരുക്കും. ഫലം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഫലം കൊടുക്കണമെങ്കിൽ മുള്ളിനിടയിൽ അത് വീഴരുത്. നല്ല നിലമായി ഹൃദയത്തിനകത്ത് നിങ്ങൾ ആ വചനത്തെ ഇട്ട് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്താണ് ഞാൻ വായിച്ചത്? എന്താണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്? എന്താണ് കർത്താവ് എന്നിൽ അതിലൂടെ സംസാരിച്ചത്? ഞാൻ വായിച്ച ഓരോ വചനത്തിലൂടെ ഇതെല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, അതിനെപ്പറ്റി ധ്യാനിക്കുകയും ഒക്കെ വേണം. ഈ 66 പുസ്തകങ്ങളും തിരിച്ചും മറിച്ചും നമുക്ക് വായിക്കാൻ സമയം കിട്ടുന്ന പോലെ വായിക്കണം കേട്ടോ. നിങ്ങൾ ഉൽപ്പത്തി വായിക്കാൻ തുടങ്ങിയാൽ അന്ന് ഒരു ദിവസം കൊണ്ട് ഉൽപ്പത്തി വായിച്ച് തീർക്കണം. പറ്റുമോ? ജോലിയുള്ളവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. കുഞ്ഞുങ്ങളെ നോക്കണം, അതും അറിയാം. ഒരു കുഞ്ഞിന് 3 മാസവും ഒരു കുഞ്ഞിന് 4 വയസ്സും ഉള്ളപ്പോഴാണ് ഞാൻ ബൈബിളും പിടിച്ച് വായന തുടങ്ങിയത്. കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങനെ ആണല്ലോ. അതുപോലെ സമയം മിസ് ചെയ്യാതെ ഞാൻ ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ വായിക്കാൻ തുടങ്ങിയാൽ 1 ശമൂവേൽ വായിച്ച് തീരുന്നത് വരെ എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത പോലെ ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമെന്ന് എനിക്കറിയില്ല. പിന്നെ 1 ശമൂവേൽ വായിച്ചു കഴിയുമ്പോൾ സുമാ സിസ്റ്റർ പറയുന്നു, പിന്നെ 2 ശമൂവേൽ വായിച്ചില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് തോന്നും. പിന്നെ അത് ഉറക്കം മുളഞ്ഞ് ഈ 2 ശമൂവേൽ വായനയായിരിക്കും. പിന്നെ അതുകൂടെ കഴിയുമ്പോൾ അടുത്ത് രാജാക്കന്മാർ, പിന്നെ എന്താണെന്ന് അറിയണമല്ലോ. പിന്നെ രാജാക്കന്മാരിലോട്ടായി. 1 രാജാക്കന്മാർ വായിക്കുമ്പോൾ എന്നാൽ പിന്നെ 2 രാജാക്കന്മാരും കൂടി അങ്ങ് വായിച്ചേക്കാം. ഇങ്ങനെ ബൈബിളിനോടൊരു സ്നേഹം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഒന്നും അതിന് തടസ്സമാകില്ല അന്നേരം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മളിങ്ങനെ വചനം ഭക്ഷിക്കുന്നവരായി തീരണം, വചനത്തോട് ചേർന്നിരിക്കുന്നവരായി തീരണം. നമ്മുടെ മനസ്സ് മൊത്തം വചനത്താൽ അങ്ങ് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു സമയം ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ഒരു സമയം വരും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ആത്മാർത്ഥയോട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് അത് മനസ്സിലാക്കി തരാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. കർത്താവ് പിന്നെ നിങ്ങൾ വചനങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ വചനത്താൽ നിറയുമ്പോൾ ആ വചനം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. ഹൃദയം നിറയുന്നത് അതരത്തിലൂടെ പുറത്തു വന്നല്ലേ പറ്റൂ. ഹല്ലേലൂയ. പല മർമ്മങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്താണെന്ന് ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഗ്രഹിക്കാനായി കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം?
വചനത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എവിടാണെന്ന് അറിയാമോ ആ വാക്യം? യോഹന്നാൻ 5-ലാണെന്നാണ് തോന്നുന്നത്. 5 യോഹന്നാൻ 5 അതിൻ്റെ 17 17-ലാണ്. എൻ്റെ പിതാവ് ആ ആ ഞാനും പ്രവർത്തിക്കുന്നു. ആ ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതാണ് ദൈവരാജ്യത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് പിതാവ് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ദൈവം എന്നിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. ലോകത്തിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ചെയ്യുന്നു. അങ്ങനല്ലേ? അങ്ങനാണോ? അല്ലേ? നിങ്ങളൊന്നും ഒരു കാര്യം അങ്ങനെ ചെയ്യാറില്ലേ? ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങൾ അല്ലേ ഞാൻ തീരുമാനിക്കുന്നതാണ്. ശരിയാണല്ലോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. അമൃതയുടെ ഇഷ്ടങ്ങൾ അമൃത തീരുമാനിക്കുന്നു, അമൃത ചെയ്യുന്നു. അത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. എന്നാൽ ദൈവരാജ്യത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പിതാവ് പ്രവർത്തിക്കുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നു. അതാ യേശു പറഞ്ഞു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിതാവ് എന്നെ കാണിക്കുന്നു, ഞാനത് ചെയ്യുന്നു. പിതാവ് എന്നോട് സംസാരിക്കുന്നു, ഞാനത് സംസാരിക്കുന്നു. പിതാവ് എന്നോട് എന്ത് പറയുന്നു അതേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കർത്താവ് അവിടെ എല്ലാം നമുക്ക് ആ അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുന്നവർ അതിൽ മുഴുവനും ഒന്ന് വായിക്കണം. അതിൻ്റെ 19 ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. യേശു പറയുകയാണ്, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എന്ത് നമ്മളെ കാണിക്കുന്നോ അത് നമ്മൾ കാണുന്നു, അത് ചെയ്യുന്നു. എന്ത് നമ്മളോട് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ദൈവവുമായ ചേർന്നൊരു ബന്ധത്തിലേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ദൈവ ഇഷ്ടം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഏത് സാഹചര്യം വന്നാലും നമ്മൾ വചനം പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ സാഹചര്യത്തിലും എനിക്ക് വചനം പറയണം, എനിക്ക് പറയാൻ കഴിയും. ഏത് സാഹചര്യം വന്നാലും വചനത്തിൽ നമ്മളതിനെ നേരിടുന്നത്. ഹല്ലേലൂയ. ആത്മാവ് എന്തു പറയുന്നു അങ്ങനെയാണ് നേരിടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ എഴുന്നേൽക്കണം, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിട്ട്. ഒരു ദിവസം കേട്ടാൽ പോരാ, 2 ദിവസം കേട്ടാൽ പോരാ, 3 ദിവസം കേട്ടാൽ പോരാ. അപ്പാ ഞാൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ അങ്ങ് എന്നോട് സംസാരിക്കാതെ എനിക്ക് സാധ്യമല്ല. അങ്ങ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ വാക്യം പറഞ്ഞ് കർത്താവിനോട് പറയാം കേട്ടോ. പിതാവ് ചെയ്യുന്ന കാണാതെ പുത്രൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഞാൻ അങ്ങയുടെ മകനാണല്ലോ. പിതാവ് ചെയ്യുന്നത് എനിക്ക് കണ്ടേ മതിയാകൂ. പിതാവ് എന്താണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെ അങ്ങ് അറിയിച്ചേ മതിയാവൂ, അല്ലാതെ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ കർത്താവിനോട് പറയുന്ന ദിവസങ്ങളുണ്ട്. കർത്താവ്, പിതാവ് എന്നോട് അങ്ങ് സംസാരിക്കണം, അങ്ങയുടെ ശബ്ദം കേൾക്കാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജിലോട്ടായി ഞാൻ അങ്ങനെ കർത്താവിനോട് പറയാൻ തുടങ്ങി. കർത്താവ് എന്നോട് സംസാരിക്കാനായി തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ആ ദൈവശബ്ദത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവിനോട് ചേർന്ന് വസിക്കുക. നിങ്ങൾ എത്രത്തോളം യേശുവിൽ ചേർന്ന് വസിക്കുമോ അത്രത്തോളം കർത്താവിൽ നിങ്ങൾ നിറഞ്ഞ് വസിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾക്ക് ഗ്രഹിക്കാനായി കഴിയും. എന്താണ് ആ ഹൃദയത്തിലെ വേദനകൾ, എന്താണ് ആ ഹൃദയത്തിൻ്റെ ഭാരം, ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കാനായി കഴിയും. പിന്നെ നിങ്ങൾ ആ ഹൃദയത്തിൻ്റെ ഭാരം ഷെയർ ചെയ്യുന്നവരായി മാറും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഇഷ്ടമായി മാറും. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായി മാറുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകുമ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാനായിട്ട് തുടങ്ങും. പിശാചിൻ്റെ കിങ്ഡം തകരാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ.
നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹമായിരിക്കണം. രാത്രി പകലാക്കി നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. യേശു പറഞ്ഞതുപോലെ നിൻ ഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ താതൻ്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേരും തീരുമാനമെടുക്കുന്നു. വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സാഹചര്യം ഒന്നും നിങ്ങൾ നോക്കരുത്. കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എന്നെക്കുറിച്ച് ഓരോ ദിവസവും എഴുതി അങ്ങയുടെ പദ്ധതി, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എഴുതിയത്, അത് ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. ഹല്ലേലൂയ. എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുക. അങ്ങയുടെ ലിസ്റ്റ് തന്നാട്ടെ എന്ന് പറയണം. ഹല്ലേലൂയ. നമ്മൾ തന്നെ ഒരു കൂട്ടം ലിസ്റ്റ് പിടിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ലിസ്റ്റ് തരാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് കർത്താവിനോട് പറയാം, അപ്പാ ബ്ലാങ്ക് പേപ്പറാക്കി ഞാൻ തരുക, അങ്ങയുടെ ഇഷ്ടം എഴുതിയാട്ടെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ നമ്മുടെ ഇഷ്ടം എഴുതിയിട്ട് കർത്താവിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അങ്ങനല്ല, കർത്താവിന് പേപ്പർ കൊടുത്തിട്ട് ആ ഇഷ്ടത്തെ എഴുതി വാങ്ങി നിങ്ങൾ സൈൻ ചെയ്യും, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആയി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും സഹോദരങ്ങളെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും വർഷമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഞാനിവിടെ ഉണ്ട്, ഒരാളായി ഭൂമിയിൽ കർത്താവ് എന്നെ അയച്ചു, എന്ത് കാര്യത്തിനാണ് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. നമ്മൾ മക്കളെ വളർത്തി, അവരുടെ കൊച്ചുമക്കളെ വളർത്തി, നമ്മളെ കാര്യങ്ങൾ നോക്കി 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 നമ്മുടെ ജീവിതം ബിഗ് സീറോ ആയി തീരാതെ, ഹല്ലേലൂയ, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി, ഇങ്ങനെ അങ്ങ് നമ്മുടെ ജീവിതം തീരാതെ, നമ്മുടെ ജീവിതം ഒരു ശ്വാസം പോലെ ഇങ്ങനെ തീർന്നു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഗ്യാസ് ഊറ്റി തീരുന്ന കണ്ടിട്ടില്ലേ? ടിപ്പ്, അപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, പിന്നെ അത് പ്രവർത്തിക്കത്തില്ല. ഓക്സിജൻ സിലിണ്ടർ
നമുക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുവാണ്. അത് തീരുന്നതിന് മുന്നേ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തേ നമുക്ക് മതിയാവൂ. ഹല്ലേലൂയ. ആ ഇഷ്ടം കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പം ഏൽപ്പിച്ചാട്ടെ, ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാണ്. ഹല്ലേലൂയ.